ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കേട്ടോ, ഫുള്ള് ലീവാണ്. ഇന്ന് പണിക്കാരൊന്നുമില്ല. നമ്മളുടെ വയറിങ്ങിൻ്റെ പരിപാടി ഏകദേശത്തോളം തീരാറായി. കാരണം വയറ് ഫുള്ള് വലിച്ചു കഴിഞ്ഞു. ഇനി സ്വിച്ച് ബോർഡ് മാത്രം ഫിറ്റ് ചെയ്തതായി. എന്തായാലും ഇനി ഒരു ദിവസത്തെ പരിപാടിയും കൂടെ ഉള്ളൂ. കാരണം ബാക്കി എല്ലാ വയറും കാര്യങ്ങളെല്ലാം വലിച്ചു കഴിഞ്ഞു. പിന്നെ അല്ലറ ചില്ലറ ഫിനിഷിങ് വർക്കുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ടൈലിടുന്ന പരിപാടിയാണ്. ടൈലിട്ട് കഴിഞ്ഞാൽ ഒന്ന് പെയിൻ്റ് അടിക്കുക, പിന്നെ ഫാബ്രിക്കേഷൻ വർക്കുകൾ, അതായത് ഡോറ്, ജനൽ, ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള പരിപാടികൾ. അതും കൂടെയാണ് ബാക്കിയുള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കുറച്ച് തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതല്ലേ നമ്മളുടെ ആദ്യമുള്ള വീഡിയോകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമൊക്കെ അടിയിൽ വലിയ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തേപ്പ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ആണ് ഇട്ടിരിക്കണത്, വെറുതെ തേച്ച് കൊടുത്തിരിക്കണതല്ല. കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് തേച്ചിട്ട് അതുപോലെ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കണേ. അതേപോലെ നമ്മുടെ ഈ ജനലുകളൊക്കെ കട്ടയുടെ ഒക്കെ അവസാനമുള്ള ഏരിയകളെല്ലാം ഇതുപോലെ നല്ല തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ കട്ടലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഗ്യാപ്പുകൾ, ഇതുപോലെയുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇത് പിന്നെ ഫിനിഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മട്ടിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അത് നാളേക്ക് ഫിനിഷ് ചെയ്യും. പിന്നെ ഈ ഒരു ഗ്യാപ്പും നിലവിലിപ്പോൾ ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് മട്ടിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ സൈഡിലൊക്കെ ഇനി ഈ പോർഷനിലെല്ലാം നമ്മൾ ടൈൽസ് ഒട്ടിക്കാനുള്ള പരിപാടി കേട്ടോ. ഈ ഉള്ളിൽ ഈ മുകളിലൊക്കെ. അപ്പം ഇതിലൊക്കെ ടൈൽസ് ഒട്ടിച്ച് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നുണ്ട്. ഇതിലൊക്കെ ടൈൽസ് ഒട്ടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംഭവം വൃത്തിയായിട്ട് എല്ലാവരുടെയും വൃത്തിയായി കിടന്നോളും. അതായത് തന്നെ നമ്മുടെ പില്ലറിൻ്റെ ആ പോർഷൻ അല്ലേ, അതെല്ലാം കോൺക്രീറ്റ്, ഇതെല്ലാം ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ചെയ്താൽ കേട്ടോ. കോൺക്രീറ്റ് ചെയ്തിട്ട് ഔട്ടർ സൈഡ് ചിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതല്ല, ഈ ഏരിയ ഒക്കെ ഫുള്ള് നമ്മൾ തേച്ച് കഴിഞ്ഞു. പിന്നെ ഇതാണല്ലേ നമ്മുടെ കട്ടളയുടെ സൈഡിൽ കൂടെയും ഈ നനവ് പോലെ കാണുന്ന ഏരിയ എല്ലാം തേച്ച് ഇതാക്കിയ ഏരിയ കേട്ടോ. അതേപോലെ നമ്മളുടെ റൂമിൽ ഇതിൻ്റെയൊക്കെ അടിയിൽ ഉണ്ടായിരുന്ന ഗ്യാപ്പുകളുണ്ടല്ലോ, അതെല്ലാം വലിയ ഗ്യാപ്പുകളൊക്കെ കട്ട വെച്ചിട്ട് പീസ് കട്ട വെച്ച് ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ മട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡ്, പിന്നെ ഈ ബേ വിൻഡോൻ്റെ സൈഡ്, ഇത് സ്ലോപ്പ് ആക്കിയിട്ടോ കൊടുത്തിരിക്കണേ. ചെറിയൊരു ചെരുവിട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. അതേപോലെ ഈ അരികു മൂലയെല്ലാം ഇത് നമ്മുടെ ഷീറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ അതേപോലെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതാണല്ലേ ഉത്തരം, ഇതിപ്പോൾ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നതാണ്. ഇതിന് നാളേക്കാണ് തേക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കോൺക്രീറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മളുടെ ഈ ഒരു പോർഷൻ ഇതെല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്തു. ഇനി ഇതെല്ലാം നല്ല പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ, വൈറ്റ് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറാവും. മോൾ ഭാഗത്തെ ആ ഹോള് കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഫൈസൽ എന്ന് പറഞ്ഞൊരു ഒക്കെയാണ് ഈ പണി ഫുള്ള് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ തേപ്പിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്റൂമിൽ വി ബോർഡൊക്കെ അടിച്ച് ഇതിന് മുമ്പ് കണ്ടല്ലോ അല്ലേ. അതിന് ഷവറിന് ഉള്ള ഏരിയ കൊടുത്തു. അതായത് ഇതല്ലേ ജോയിൻറ്റുകൾ ഫുള്ള് ഈ കാണുന്ന പോലെ ഫിനിഷ് ചെയ്ത് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പരിപാടി എന്ന് പറയുന്നത് വീടിൻ്റെ ഔട്ടർ സൈഡിലാട്ടോ. വീട്ടിൻ്റെ ഉള്ളിലെ ഒരുവിധം പരിപാടികളൊക്കെ തീർന്നു. പിന്നെ ഇവിടെ ഇത് ഫുള്ള് മട്ടത്തിനാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് മട്ടത്തിനാക്കിയിട്ട് നമ്മളിതൊരു ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മട്ടത്തിനാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോറിൽ സെറ്റ് ചെയ്യുന്ന സാധനം ഇവിടെ വരെ നമുക്ക് മട്ടത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഈ ഔട്ടർ പോർഷനെല്ലാം ഫുള്ള് എല്ലാവിടെയും
സംഭവം എല്ലാം തേച്ച് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ആയിട്ട് ഇതായിരുന്നു പരിപാടി. ഈ അരികും മൂലയൊക്കെ തേക്കലും കാര്യങ്ങളും. ഇനിയും ഒരു 1-2 ദിവസത്തെ പണിയും കൂടിയുണ്ട്. കാരണം ഔട്ടറിൽ തേക്കാനുണ്ട്. ഔട്ടറിൽ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ഔട്ടറിലെ അടിഭാഗവും കാര്യങ്ങളെല്ലാം ഔട്ടറിൽ ഇതല്ല, ഈ കാണുന്ന ഈ പോർഷൻസ് ഫുള്ള് തേച്ച് ലെവലാക്കാണ്ട്. പിന്നെ ഔട്ടറിൽ ഇതേമാതിരി ഉള്ളിൽ ചെയ്തതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡ് അതേപോലെ ചെയ്യാനുണ്ട്. നല്ല ഈ ഭാഗമൊക്കെ ഈ ഹോളൊക്കെ അടയ്ക്കണം. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മളുടെ വീട് ഫിനിഷിങ് വർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിൽ പൊട്ടിച്ചേക്കണ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ വേറെ ടൈൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടില്ല, സംഭവം എല്ലാം പോയി നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് മെയിനായിട്ട്. കാരണം എന്തായാലും ഇനി ഒരു ദിവസം കൊണ്ട് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ പരിപാടി തീരും. അത് കഴിഞ്ഞാൽ പ്ലംബിംഗ് വർക്ക്, ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. അത് പ്ലംബിംഗ് വർക്ക് ടൈലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്ലംബിങ്ങിൻ്റെ അടുത്ത പരിപാടികളുള്ളൂ. അല്ല, പുറയിലൊക്കെ റബ്ബറിനൊക്കെ തളിര് വന്നിട്ട് നല്ല പച്ചപ്പാട്ടോ. അതല്ലേ, അപ്പോൾ നമ്മളുടെ വീട് പണി ഏകദേശം ഫിനിഷിംഗ് വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 3-4 വട്ടമായിട്ട് പറയണു. അത് നമ്മളുടെ ഇന്നലെ വീട് കാണാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റ് എന്തായാലും പോയി നോക്കണം. അതുപോലെ നമ്മളുടെ കോടനാട് ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പാലക്കാട് നിന്ന് ഒരു ടീം വന്ന് നോക്കിയിട്ട്, അപ്പോൾ അവിടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുകളിലേക്ക് ചെയ്യാനുള്ള പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച 1-2 ടീമുകൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവർ ഉച്ചയാകുമ്പോഴേക്കും എത്തുമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എത്തുമായിരിക്കും. എന്തായാലും നമ്മളുടെ വീട് കാണാൻ വരുന്നതെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീട് കാണാൻ വരാം കേട്ടോ. ഇതേപോലെ വീട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി അധികം നീട്ടി വയ്ക്കുന്നില്ല. ബൈ ബൈ. വീണ്ടും അടുത്ത പരിപാടി എന്തായാലും ടൈലിൻ്റെ പരിപാടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് വെച്ചതിന് ശേഷമുള്ള പരിപാടി ആയിരിക്കും. ആ ടൈലിൻ്റെ പരിപാടി, സ്വിച്ച് ബോർഡ് എന്താണേലും നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.